ഓം ശ്രീവിദ്യേ പരിപൂർണമേരുശിഖരേ ബിന്ദുത്രികോണസ്ഥിതേ വാഗീശേഷമഹീശഭൂതചരണേ മഞ്ജേ ശിവങ്കാരകേ കാമാക്ഷി കരുണാരസാർണവമയീം കാമേശരംഗസ്ഥിതാം താന്താം ചിന്മയ കാമകോടിനിലയാം ശ്രീബ്രഹ്മവിദ്യാം ഭജേ. ഒരാൾ സംശയം ചോദിച്ച കാര്യമാണ്, സന്യാസിമാർക്ക് ശ്രീവിദ്യാമന്ത്രം ജപിക്കാൻ പാടുണ്ടോ എന്നുള്ളത്. ശ്രീവിദ്യാമന്ത്രം എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യയാണ്. ആ ശ്രീവിദ്യ തന്നെയാവട്ടെ പഞ്ചദശി എന്നും ഷോഡശി എന്നും രണ്ട് വിധത്തിലുണ്ട്. രണ്ടും ബ്രഹ്മവിദ്യയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സന്യാസിമാർ ആരൊക്കെ ശ്രീവിദ്യാമന്ത്രം ജപിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നാം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ, എല്ലാ സന്യാസിമാരും അത് ജപിക്കുന്നുണ്ടോ എന്നൊന്നും നമ്മളറിയില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ട്, ശങ്കരാചാര്യ സ്ഥാപിച്ച മഠങ്ങളിൽ, അതായത് 4 മഠങ്ങളും കാഞ്ചി മഠവും, ഈ മഠങ്ങളിൽ ഒക്കെ തന്നെ ശങ്കരാചാര്യർ നിർബന്ധമാക്കിയിരിക്കുന്നത് ശ്രീചക്രപൂജയാണ്. ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ യന്ത്രവിധാനമാണ് ശ്രീചക്രം എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. ഈ 5 മഠങ്ങളിലും ശങ്കരാചാര്യർ ശ്രീചക്രപൂജ ഏർപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ശങ്കരാചാര്യന്മാർക്കുള്ള ശ്രീവിദ്യാ പാരമ്പര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ശങ്കരാചാര്യ മഠങ്ങളിൽ മാത്രമേ ശ്രീചക്രപൂജ അതിൻ്റെ വിധാനമനുസരിച്ച് നടക്കുന്നുള്ളൂ എന്നും തന്നെ വേണം പറയാൻ. അപ്പോൾ മഠാധിപത്യ സന്യാസത്തിൽ ശങ്കരാചാര്യ പാരമ്പര്യത്തിൽ മാത്രമേ ശ്രീചക്രപൂജയും ശ്രീവിദ്യോപാസനയും നടക്കുന്നുള്ളൂ എന്നതാണ് അനുമാനിക്കേണ്ടത്. ആ സന്യാസം ഇന്ന് 2 വിധമുണ്ട്. ഒന്ന് മഠാധിപത്യം വഹിച്ച്, അതായത് മഠത്തിൽ താമസിച്ചുകൊണ്ട് തപസ്സും സ്വാധ്യായവുമൊക്കെ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്ന സന്യാസിമാർ. അവർ ലൗകിക കാര്യങ്ങൾ അങ്ങനെ ഇടപെടാറില്ല, വ്യാവഹാരിക കാര്യങ്ങളിലൊന്നും അവർ ഇടപെടാറില്ല. അവർ ചെയ്യുന്ന 2 കാര്യം, ഒന്ന് തപസ്, മറ്റൊന്ന് സ്വാധ്യായമാണ്. വേദങ്ങളും പുരാണങ്ങളുമൊക്കെ ദൈനംദിനം വായിക്കും, തപസ് ചെയ്യും, അതനുസരിച്ചുള്ളതായ ഉപദേശങ്ങൾ, ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ ഒക്കെ അവിടെ ആ നിശ്ചിത സദസ്സിന് മുമ്പിൽ, അത് എല്ലാ സദസ്സിലും പോലും അവർ പറയാറില്ല. ജിജ്ഞാസയുള്ള സദസ്സിൽ മാത്രം അവർ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ശങ്കരാചാര്യന്മാരുടെ നടപടിക്രമങ്ങൾ. അവർ തപസ്വാധ്യായ നിരതന്മാരാണ്. ഈ 2 കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. വർഷത്തിൽ 4 മാസം അവർ പൂർണ്ണ വ്രതത്തിലായിരിക്കും. അത് ചാതുർമാസ്യ വ്രതം എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ശങ്കരാചാര്യ മഠങ്ങളിൽ ശ്രീവിദ്യ ഉപാസനയുണ്ട്. ഇനി മറ്റൊന്ന് അവധൂതചര്യയാണ്. പല അവധൂതന്മാർക്കും ശ്രീവിദ്യാമന്ത്രം ഉള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ അവധൂതന്മാർ അവർക്ക് സിദ്ധിച്ചതായ, അവർക്ക് ഗുരുപാരമ്പര്യം സിദ്ധിച്ച ശ്രീവിദ്യാമന്ത്രമാണ്. ഗുരുപാരമ്പര്യം വേണം ശ്രീവിദ്യയ്ക്ക്, അതല്ലാതെ കിട്ടുന്നതല്ല. ആ ഗുരുപരമ്പരാ ക്രമം അനുസരിച്ച് അവധൂതന് വന്നു ചേർന്ന ആ ശ്രീവിദ്യാമന്ത്രം അത് ഗൃഹസ്ഥന്മാർക്കോ മഠാധിപത്യ സന്യാസിമാർക്കോ ഉപദേശിക്കാറില്ല. യോഗ്യനായ ഒരു അവധൂത ലക്ഷണമുള്ള മറ്റൊരാളെ കണ്ടുപിടിച്ചാണ് ഉപദേശിക്കുന്നത്. അതായത് ചട്ടമ്പിസ്വാമികൾക്ക് ശ്രീവിദ്യാമന്ത്രം ഉപദേശിച്ചത് ഒരു അവധൂതനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവധൂത ലക്ഷണമൊത്ത മറ്റൊരാളെ കണ്ടുപിടിച്ച് വളരെ രഹസ്യമായിട്ട് അവർ ഈ മന്ത്രം ഉപദേശിക്കാറുണ്ട്. അതേപോലെ ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന പല യോഗീശ്വരന്മാർ, യോഗാനന്ദ പരമഹംസർ,
ലാഹിരി മഹാഭാഗൻ തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ ശ്രീവിദ്യാമന്ത്രം ജപിക്കുന്നവരായിരുന്നു. ഇനി ആ ശ്രീവിദ്യാമന്ത്രത്തിന് മാത്രമാണ് സമയാചാരമെന്നും കൗളാചാരമെന്നും രണ്ട് പദ്ധതിയുള്ളത്. ഇന്ന് ഭാരതത്തിലുടനീളവും പാരമ്പര്യമായിട്ട് ഉപദേശിക്കപ്പെടുന്നതും അനുഷ്ഠിക്കപ്പെടുന്നതുമായ ശ്രീവിദ്യാ സമ്പ്രദായം കൗളാചാരമാണ്. അവർ മദ്യം ഉപയോഗിച്ചിരുന്നാലും ശരി, പാൽ ഉപയോഗിച്ചിരുന്നാലും ശരി, കൗളാചാരം തന്നെയാണ്. അത് അവരുടെ സൗകര്യമനുസരിച്ച് ഞാനിപ്പോൾ അത് വിവാദമുണ്ടാക്കുന്നില്ല. അത് കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ സൗന്ദര്യലഹരി വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന് സമയാചാരമാണ്. ഇപ്പോൾ കൗളാചാരം സമയാചാരം എന്നീ രണ്ട് പ്രഭേദങ്ങൾ ശ്രീവിദ്യാമന്ത്രത്തിന് മാത്രമേ ഉള്ളൂ. ദശമഹാവിദ്യകളിൽ മറ്റൊന്നിനുമില്ല. കാളിക്കോ ചിന്നമസ്തയ്ക്കോ ബഹളാമുഖിക്കോ ഒന്നും തന്നെ രണ്ട് പ്രഭേദങ്ങളില്ല. മറ്റൊക്കെ തന്നെ കൗള സമ്പ്രദായത്തിൽ മാത്രമേ പൂജിക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രീവിദ്യയ്ക്ക് മാത്രമേ സമയാചാരമുള്ളൂ. സമയാചാരത്തിൻ്റെ അധിഷ്ഠാന പ്രമാണം എന്താണെന്ന് വെച്ചാൽ ശുഭാഗമ പഞ്ചകങ്ങളാണ്. ആ ശുഭാഗമ പഞ്ചകം എഴുതിയത് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാക്കൾ സനകൻ, സനന്ദൻ, സനൽകുമാരൻ, വസിഷ്ഠൻ, നാരദൻ എന്നീ ദേവർഷിമാരാണ്. അപ്പോൾ ഇതിൽ വസിഷ്ഠൻ ഒഴിച്ചുള്ള ഋഷിമാരൊക്കെ തന്നെ സന്യാസിമാരായിരുന്നു. വസിഷ്ഠൻ മാത്രമേ ഗൃഹസ്ഥാശ്രമിയുള്ളൂ. സനകൻ, സനന്ദൻ, സനൽകുമാരൻ, നാരദൻ ഇവരൊക്കെ തന്നെ സന്യാസിമാരാണ്. അപ്പോൾ ഭാരതത്തിലുള്ള സന്യാസ പാരമ്പര്യം മുഴുവനും തന്നെ ഈ സനക സനന്ദാദി പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് സമയാചാരം അനുസരിച്ചുള്ളതായ ദീക്ഷാക്രമം അവർ കൈവരിച്ചിരിക്കുന്നു. ദീക്ഷയിലൂടെ മാത്രമേ ശ്രീവിദ്യാമന്ത്രം നേടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നേടിയെങ്കിൽ അത് പ്രയോജനം ചെയ്യുകയുള്ളൂ. ഒരു ഗുരു വേണം. ഗുരുവിൽ നിന്നും ദീക്ഷ വാങ്ങാതെ ഒരിക്കലും ശ്രീവിദ്യാമന്ത്രം സ്വീകരിക്കാൻ പറ്റില്ല. അവധൂതന്മാരും ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്നും നാം അറിയണമെന്നില്ല. ശ്രീവിദ്യാമന്ത്രം ദീക്ഷയായിട്ട് വാങ്ങിക്കുന്നു. അതിന് കൗള സമ്പ്രദായത്തിൽ പറയുന്നത് പോലെ കലശാഭിഷേകവും കാര്യങ്ങളുമൊക്കെ വേണമെന്നില്ല. ഗുരുവിൻ്റെ സ്പർശനം തന്നെ ചിലപ്പോൾ ദീക്ഷയായി മാറും. ദർശനവും സ്പർശനവും ഒക്കെ ദീക്ഷയായി മാറും. അത്രയും ദിവ്യന്മാരായിത്തീരുന്ന അവസരത്തിൽ അപ്പം അത്തരത്തിൽ ഒരു ഗുരുശിഷ്യ പാരമ്പര്യ ക്രമത്തിൽ ഉള്ള ദീക്ഷാ സമ്പ്രദായം അനുസരിച്ച് മാത്രമേ ശ്രീവിദ്യാമന്ത്രം സ്വീകരിക്കുവാനും ജപിക്കുവാനും പാടുള്ളതുള്ളൂ. അതുകൊണ്ട് ഗൃഹസ്ഥന്മാർക്ക് മാത്രമല്ല സന്യാസിമാർക്കും ശ്രീവിദ്യാമന്ത്രത്തിൽ അധികാരമുണ്ട്. തന്നെയുമല്ല കൗള സമ്പ്രദായത്തിൽ തന്നെ കുലാവധൂതൻ്റെ അവസ്ഥയുണ്ട്. കൗള സമ്പ്രദായത്തിൽ ഉപരിയായിട്ട് അങ്ങനെ പോകുന്ന അവസരത്തിൽ അത് ആരംഭം, യൗവനം, പ്രൗഢം, തദന്തം, ഉന്മനം, അനവസ്ഥ തുടങ്ങി 7 ഘട്ടമുണ്ട്. 7 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ അവസാനം കുലാവധൂതൻ്റെ അവസ്ഥയാണ് കൈവരിക്കുന്നത്. ആ കുലാവധൂതനാവട്ടെ അവധൂതചര്യയിലാണ് ജീവിക്കുന്നത്. ആ അവധൂതന് ശുദ്ധി അശുദ്ധികളോ വിധി നിഷേധങ്ങളോ ഒന്നും തന്നെ ബാധകവുമല്ല. അത്തരത്തിലുള്ള പരിപാവനമായ അന്ധക്കരണ വൃത്തിയുള്ളവർക്ക്, ദിവ്യാത്മാക്കൾക്ക്, മഹാത്മാക്കൾക്ക് ശ്രീവിദ്യാമന്ത്രം ഉണ്ട് എന്നുള്ളത് നിസ്തർക്കമായ ഒരു വസ്തുതയാണ്.